കോതമംഗലം താലൂക്ക് സപ്ലൈ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. കേരളത്തിലെ റേഷൻ സംവിധാനങ്ങൾ LDF സർക്കാർ പാടെ തകർത്തുവെന്ന് സമരക്കാർ ആരോപിച്ചു. നിത്യോപയോഗ സാധനങ്ങൾ ഇല്ലാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കൽ അധ്യക്ഷനായി. KPCC മെമ്പർ AG ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഇത് രണ്ടാം ഘട്ട സമരമാണ്. ആദ്യഘട്ടത്തിൽ എല്ലാ മണ്ഡലം കമ്മിറ്റി ആഭിമുഖ്യത്തിൽ എല്ലാ പൊതുവിതരണ കേന്ദ്രങ്ങളിലും ഇതുപോലുള്ള സമരങ്ങൾ നടത്തുകയുണ്ടായി. ഇത് രണ്ടാം ഘട്ട സമരമാണ്. ഇത് 2, 3, 4, 10 നടത്തിയാലും ഈ സർക്കാർ കണ്ണു തുറക്കില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വസ്തുത. നമുക്കറിയാം, സാധാരണക്കാരൻ യാതൊരു കാരണവശാലും നിഷേധിക്കാൻ പാടില്ലാത്ത നിത്യോപയോഗ സാധനങ്ങളുടെ വിതരണം നടത്തുന്നത് ഇന്ന് റേഷൻ കടകളിൽ കൂടി മാത്രമാണ്. ഈ സംഗതികൾക്ക് തടസ്സം വന്നിട്ടുണ്ടെങ്കിൽ അതെന്ത് സംഭവിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇത് ഭയങ്കരമായ രീതിയിലേക്ക് പ്രതിഷേധിക്കുന്നതിന് ഈ കേരളത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ മാത്രമാണ് മുന്നോട്ട് വന്നിട്ടുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാണ് സാധിക്കുന്നത്. നമുക്കറിയാം, ഈ ഒരൊറ്റ ദിവസത്തെ റേഷൻ കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ഇത് എങ്ങോട്ട് പോകുന്നത് നമുക്കറിയാം. ഇവിടെ വലിയ വലിയ അരിമില്ലുകളുണ്ട്. ഈ അരിമില്ലുകളിലേക്കെല്ലാം തന്നെ നല്ല കുത്തരിയായിട്ട് വരുന്നത് റേഷൻ അരി കൊണ്ടുപോയി അത് കളർ ചെയ്ത് ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്ന രീതി കേരളത്തിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കണം. ഇവിടെ ഷമീർ സൂചിപ്പിച്ച ഒരു സുപ്രധാന കാര്യമുണ്ട്. ഇവിടെ മുമ്പന്മാർക്കും മാത്രമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത്. നമുക്കറിയാം, ഇത്രമാത്രം ദാരിദ്ര്യവും ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവപ്പെടുന്ന ജനങ്ങളെ തിരിഞ്ഞു നോക്കാതെ ഇവിടെ ഡിസ്റ്റർബുകളും സഹായം ചെയ്തു കൊടുക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത്. കേരളത്തിലെ റേഷൻ സംവിധാനങ്ങൾ പാടെ തകർത്ത LDF സർക്കാരിനെതിരെ തുടർ സമരം സംഘടിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. നേതാക്കളായ KP ബാബു, ബാബു ഏലിയാസ്, പ്രിൻസ് വർക്കി, ജോർജ് വർഗീസ്, എൽദോസ് കീച്ചേരി, PC ജോർജ്, അനൂപ് കാസിം, അനൂപ് ജോർജ്, സണ്ണി വേലുക്കര, സത്താർ വട്ടക്കുടി, CD മുഹമ്മദ്, സലീം മംഗലംപാറ, MV റെജി, മെജോ മാത്യു, ജെയ്സൺ ഡാനിയൽ, വിനോദ് മേനോൻ, സണ്ണി നിരപ്പേൽ, അലി പടിഞ്ഞാറച്ചാലി, മത്തായി കോട്ടക്കുന്നേൽ, വിൽസൺ പിണ്ടിമന, അലി ഇക്കരക്കുടി, അനിൽ രാമൻ നായർ, ഗുണവതി ശിവദാസ്, റീന ജോഷി, സിബി എൽദോസ് തുടങ്ങിയവർ പങ്കെടുത്തു. പറയാൻ കഴിയും, അത് സ്വകാര്യ മുതലാളിമാരെ സഹായിക്കുന്നതിന്, സ്വകാര്യ കച്ചവടക്കാരെ സഹായിക്കുന്നതിന് കേരളത്തിലെ പൊതുവിതരണ സംവിധാനങ്ങൾ പാടെ തകർക്കേണ്ടത് ആരുടെ ആവശ്യമാണ് എന്ന് ചോദിച്ചാൽ അത് കേരളത്തിലെ റൂളിംഗ് പാർട്ടി എന്നുള്ള രീതിയിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആവശ്യമാണ്. അതിന് നേതൃത്വം കൊടുക്കുന്ന, ആ പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്ന, ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയന്റെ ആവശ്യമാണ് ഈ കേരളത്തിലെ പൊതുവിതരണ സമ്പ്രദായം തകർക്കുക എന്നുള്ളത്. ന്യൂസ് ഡെസ്ക്, Media 6G, കോതമംഗലം.